ആകാംക്ഷലാന്നില്ലേ ചിരിക്കല. ആ ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത് നമുക്ക് രാവിലെ തന്നെ 8-ന് പണി കൊടുത്തിട്ടില്ലേ മുടീൻ്റെ ചിക്ക കളയാൻ വേണ്ടിയിട്ട്. ഏടത്തമ്മ പിന്നെ പറയുമ്പോൾ അതേപോലെ കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലപ്പാ. കർണാടകത്തിൽ നിന്ന് വന്ന ഏടത്തമ്മയാണ് മുടീൻ്റെ ചിക്കെല്ലാം കളഞ്ഞിരുന്ന കേട്ടാ. ചങ്ക അമ്മമ്മ അവിടെ പുറകിൽ അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പം കുളിയെല്ലാം കഴിഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ 2-2.5 വർഷമായിട്ടുണ്ടാവും ഞാൻ മുടി വളർത്തുന്നത്. അപ്പോൾ എൻ്റെ ഫാമിലിയിലെ ആൾക്കാരും ചങ്ങായിമാരെല്ലാം പറഞ്ഞു മുടി വെച്ചിട്ട് കുണമില്ല, മുറിക്ക് മുറിക്ക് മുറിക്ക്. ഞാൻ വെറുതെ വളർത്തിയാണെന്ന് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ വെറുതെ വളർത്തിയൊന്നുമല്ല. ക്യാൻസർ രോഗിക്ക് ഡൊണേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളർത്തിന്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ആവണം. അതാവാണ്ട് കൊടുത്താൽ അവർ സ്വീകരിക്കില്ല. ഇപ്പോൾ ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അടുത്തമ്മയോട് ഞാൻ പറഞ്ഞു മുടി മുറിക്കലായിന്ന്. എന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. അടുത്തമ്മ ഇന്നും ചോദിച്ചു മുറിക്കുന്നില്ലേ. അമ്മ ചോദിച്ചു, അമ്മമ്മ ചോദിച്ചു, ഒരുവിധാളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇവരെല്ലാം ആഗ്രഹം ഞാൻ മുടി മുറിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇന്ന് പോയിട്ട് മുടി മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കുറച്ച് ലെങ്ത്ത് കിട്ടണ്ടെങ്കിൽ അടിയ വടിക്കണം, മൊട്ടയടിക്കണം. അപ്പോൾ മൊട്ടയടിക്കാൻ ചെറിയതായിട്ടൊരു മടിയും ഒരു ചെറിയ വിഷമെല്ലാം ഉണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ മുടിയല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് പോയി മൊട്ടയടിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അവസാനമായിട്ട് അടുത്തമ്മോട് ഞാൻ ചിക്ക കളഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞിട്ട് ചിക്കെല്ലാം കളഞ്ഞ് ക്ലിയർ ആക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ല ഷാമ്പൂവിൽ നല്ല വൃത്തി കുളിച്ച് പോകണം മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കുറച്ചാൾ മൊട്ടയായിട്ട് ഇങ്ങനെ നടക്കാം. ഫുൾ അടിയ പഠിച്ചാൽ കുറച്ച് ടൈം എടുക്കും മുടി വളരണ്ടെങ്കിൽ. അപ്പോൾ ഒരു തൊപ്പി ഇട്ടിട്ട് നടക്കാമെന്ന് വിചാരിക്കുന്നു. അടുത്തമ്മ ഞാൻ മുടി മുറിക്കാൻ പോട്ടെ. അപ്പോൾ അടുത്തമ്മക്ക് നല്ല സന്തോഷമായി. ഇനി ചിക്കൊന്നും കളയണ്ടല്ലോ. അവിടെ ഇനിയിപ്പോൾ പോയിട്ട് മുറിക്കണം എന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം പോവും. ജസ്റ്റ് അടുത്തമ്മേനെയും ചിക്കൻ കളയുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം വന്നത്. ജസ്റ്റ് മുടി മുറിക്കുന്ന നമ്മളെ കോഴി, പൂവൻ കോഴി ഉണ്ട്. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതോ, 10 റുപ്യ കിട്ടിയതോ. അപ്പോൾ അത് സൗണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ പോയിട്ട് മുടി മുറിക്കുന്ന കുറച്ച് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. മുടി മുറിച്ച ലുക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ മുടി വെച്ചിട്ട് അത്ര വൃത്തിയില്ല എന്ന് എല്ലാവരും പറഞ്ഞ് പണ്ടത്തെ ലുക്കിലേക്ക് വാന്ന് പറയുന്നത്. എന്തായാലും പണ്ടത്തെ ലുക്കിലേക്ക് വരാം. എല്ലാവരോടും ആഗ്രഹമല്ലേ, അതേപോലെ നടക്കട്ടെ. അപ്പോൾ ഇനി മുടി മുറിക്കുന്ന വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, ബൈ. അടുത്ത ഒരു ബൈ പറഞ്ഞ. ബൈ. ശരി, ഓക്കെ.
ഹലോ ഗൈസ്, ഇതാ മൊട്ടയായിട്ടുണ്ട് കേട്ടോ. എന്തുണ്ട് പണ്ടത്തെ ആ ലുക്ക് ഇപ്പത്തെ ആ ലുക്ക് ചെറിയ വിഷമെല്ലാം ഉണ്ട്. അത്രയും കഷ്ടപ്പെട്ട് മുടി വളർത്തിയല്ലേ, കുഴപ്പമൊന്നുമില്ല, വേഗം വരും അല്ലേ. 2 വർഷമായി ഇങ്ങനെ മുടി വളർത്തിയിട്ട്. അപ്പൊ പെട്ടെന്ന് മുടി പോകുമ്പോ ചെറിയൊരു വിഷമമുണ്ട്. നല്ല കാര്യത്തിനായോണ്ട് പിന്നെ കുഴപ്പമില്ല. എന്തായാലും ലുക്ക് ഉണ്ടോന്ന് പറയാട്ടോ. ഇതാണ് ലുക്ക്, പഴയ ലുക്ക്. ഇപ്പൊ വീട്ടിൽ പോകുമ്പോ അടുത്ത അമ്മയിൽ കെട്ടുമല്ലോ ഇപ്പോ. മുടിയെല്ലാം മുറിച്ച് ഇപ്പോഴെ വീട്ടിലെത്തി. അപ്പോൾ ഹെൽമെറ്റ് അയച്ചില്ല. ഏട്ടമ്മ കുളിക്കാൻ പോയിട്ടുണ്ട്. അമ്മമ്മ ഇവിടെ ഉണ്ട്. ഏട്ടമ്മ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടമ്മ തന്നെ ഹെൽമെറ്റ് പൊന്തിക്കട്ട്. അമ്മമ്മ കാണിട്ട് വന്നിട്ട് എന്നാ ഹെൽമെറ്റ് എടുക്ക. അയ്യോ, മുട്ട കാണാൻ വേണ്ടി ആകാംക്ഷലാന്നില്ലേ ചിക്കല. അടുത്ത മാറായി പറ പറഞ്ഞില്ലല്ലോ. അമ്മമ്മ അല്ല, മുടി പോയി. മുടി നോക്കിയാ തൊട്ട് നോക്കട്ടെ, തൊട്ട് നോക്ക്. നല്ലതാ, രസമുണ്ടാ. അപ്പൊ അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടാ. അമ്മമ്മ നല്ല കുട്ടിയാ, നല്ല അടിപൊളിയാ. തടി നോക്കി ഞാൻ തടി അടുത്ത മുടി താഴെട്ടാ, നല്ല സുഖം നോക്കിയാ. ആഹാ, അമ്മാട് അടിപൊളിയായിരുന്നോ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് മുട്ടയടിക്കുന്നെല്ലാം കണ്ടോട്ട് വെച്ചിട്ടാ. അടുത്ത വീഡിയോയിലേക്ക് വരാം കേട്ടാ. അമ്മമ്മേ ഒരു താറ്റ പറ. ഓക്കെ, എന്നാ ബൈ.